ഇത് നമുക്ക് റീച്ച് കയറണം കൊണ്ടോ വണ്ടിയുടെ ഓഫ് റോഡിങ് ഒക്കെ കാണിക്കുക. ഈ പുഴയിൽ ഇറക്കുമായിരിക്കും. പുഴയിൽ ഇറക്കും, എന്നിട്ട് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരും. ആ ഹായ്, ഞാൻ ഈ യൂട്യൂബ് ട്രാവൽ വ്ളോഗിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 1 കേട്ടോ. 1600 സബ്സ്ക്രൈബേഴ്സാണ് നിലവിലുള്ളത്. സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു താങ്ക്സ് ആദ്യം. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല ഇത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പേഴ്സണലി ചെയ്തൊരു ട്രിപ്പിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓഫ് ടു വീഡിയോ. ആദ്യം ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള 2 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അരുണാണ്. അവൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. ഈ കാണുന്നത് ഫെൽബിച്ചനാണ്. ഫെൽബിൻ ഒരു മലയാളം റിസർച്ച് സ്കോളറാണ്. രണ്ടുപേരും കോളേജ് കാലം തൊട്ടേ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. മോറോവർ രണ്ടുപേരും ഫോട്ടോഗ്രാഫിയിൽ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് കേട്ടോ. ഓടി നടക്കും. സിനിമാറ്റിക് ആക്ഷൻസ് വേണം. നീ എന്താണേലും ഇട്ടോ. 6 മിനിറ്റിലാണ് കാണിക്കുന്നത്. യാത്രയുടെ ആദ്യത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ആലുവയിലെ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 125ഓളം കിലോമീറ്റർ കവർ ചെയ്ത് കോതമംഗൽ, കുട്ടമ്പുഴ, മാമലക്കണ്ടം വഴി ഇടുക്കിയിലെ കഞ്ഞിക്കുഴി വരെയുള്ള ഒരു യാത്രയാണിത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ കയറാത്തതും ആ ഏരിയ കവർ ചെയ്യാത്തതും ഓൾറെഡി ഇത്രയും ദൂരം കവർ ചെയ്യേണ്ടതുകൊണ്ടും ഞങ്ങളിതിനു മുന്നേ അവിടെ പോയിട്ടുള്ളത് കൊണ്ടുമാണ്. നമ്മൾ നമ്മുടെ യൗവനം ചുമ്മാ കളഞ്ഞു. അതെ അതെ അതെ, സംശയം കൊണ്ടുവരും. പ്രത്യേക നമ്മുടെ സാഹചര്യവും അങ്ങനെയാണ്. കിടക്കാൻ പറ്റിയ സൗണ്ട് കിട്ടാതെ ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ കുട്ടമ്പഴത്തിൽ വെള്ളം കയറിയിട്ടുണ്ടോ? കാരണം ഇത് പെരിയാറല്ലേ? അതെ, ഡാമിൻ്റെ ഒരു അതിർത്തിയല്ലേ? അതെ. ക്ലൈമറ്റ് അങ്ങ് മാറിയില്ലേ? ആ, ഇവിടെ മാറി. നീരുമേഖല കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഒക്കെ
ആദിവാസി മേഖലയാണ്. പിന്നെ അതോട് കൂടി ഈ കോതമംഗലം കുട്ടമ്പുഴ വഴി മാമലക്കണ്ടം റൂട്ടുണ്ടല്ലോ, നല്ല അടിപൊളി റോഡ്സും ആണ്. എന്നാൽ കുറച്ച് ഭാഗം നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഒരു കാട്ടിൽ ബൈക്ക് യാത്ര ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ആ ഏരിയയിൽ റോഡ് കുറച്ച് മോശമാണ്, വീതിയും കുറവാണ്. KSRTC ഒരു പാലം ഇല്ലാഞ്ഞിട്ട് പാലം ഇറങ്ങി പുഴയിൽ കൂടെ ഇറങ്ങി കയറിയായിരുന്നു പോയിക്കൊണ്ടിരുന്നു. ഇത് ആ കോൺക്രീറ്റ് ഒക്കെ പോയത് അല്ലെങ്കിൽ നൈസായിട്ട് എടാ ഇതൊക്കെയാണ് രസം. ഇങ്ങനത്തെ വഴി കൂടെ വേണം പോകാൻ. അല്ല ഞാൻ പറഞ്ഞ കാറിനൊക്കെ പോയിട്ട് മെയിൻ റോഡിൽ പോയതുപോലെ ഈ മെയിൻ റോഡിൽ പോകാൻ കൂട്ടത്തിൽ കൊണ്ട് ഒട്ടും ഇഷ്ടമല്ല. KSRTC ഫാൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എന്താ KSRTC പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ KSRTC മുന്നിൽ ഉല്ലാസയാത്രയാണോ? അതെ, ഉല്ലാസയാത്ര ഇതിലുള്ളൂ, കഴിയത്തില്ല. പക്ഷെ മാമലക്കണ്ടത്തിൻ്റെ സർവീസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് കേട്ടോ, ശരിക്കും മറ്റേ ഒരു വെള്ളം വയനാടല്ലേ. പ്രൈവറ്റും ഉണ്ടായിരുന്നു എങ്ങാണ്ട്. അവർ മറ്റേ പാലം പോയപ്പോൾ അങ്ങോട്ട് നിർത്തിയതാണ്. ബസ് വരും. അവൻ തെറി പറയുന്നു. ആ സൈഡൊക്കെ എടുക്കാൻ അതിൻ്റെ ഇടയിലുള്ള നമ്മളൊരു ചെറിയ കടയിൽ കയറിയിട്ട് അവിടുന്ന് മോക്ടെയിൽസ് ഒക്കെ കഴിച്ചിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്തത്. നല്ല അടിപൊളി മോക്ടെയിലായിരുന്നു കേട്ടോ. പറയാൻ പറ്റില്ല. ഉരുളിക്കുഴി നേരെയാണ്. ഇങ്ങോട്ടാണ് വെള്ളച്ചാട്ടം. ഓഹോ
ഇത് എവിടെയാണ് അത്? ബൈക്കിന് ഇറങ്ങി കഴിഞ്ഞാൽ ബൈക്ക് തന്നെ റോഡല്ലേ അവന് പറയാനുള്ളതാ പോകുന്ന കൊള്ളാം പുള്ളി ഉപദേശവും അല്ലേ? ഈ വാട്ടർഫോൾസിൻ്റെ ഏരിയയിൽ ഇറങ്ങരുത്, ഭയങ്കര ആഴമുണ്ടെന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആഴമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ. ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു സൈഡ് സേഫാണ്, ആ ഭാഗത്ത് ആളുകളൊക്കെ ഇറങ്ങുന്നതും കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ നിൽക്കുന്ന പോർഷൻ ഒട്ടും സേഫ് അല്ല, നല്ല ഒഴുക്കും അതുപോലെ തന്നെ ചുഴികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് റീച്ച് കയറണം കൊണ്ടേ വണ്ടിയുടെ ഓഫ് റോഡിങ് ഒക്കെ കാണിക്കുക. ഈ പുഴയിൽ ഇറക്കുമായിരിക്കും. പുഴയിൽ ഇറക്കും, എന്നിട്ട് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരും. ആ ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം, എന്നിട്ട് ഇങ്ങനെ വെക്കണം. കുറച്ച് റെക്കോർഡ് നോക്കിയിട്ടുണ്ടോ?
റെക്കോർഡ് നിൽക്കിയിട്ടുണ്ട്. കണ്ടോ എന്താപ്പാ എൻ്റെ കാലിൻ്റെ പുറകെ പോയി. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നീ തിരിക്കണം. തിരിച്ചിട്ട് ബോർഡ് കാണിക്കും. ആരുടെ ബോഡി? പോരാ പോരാ വീഡിയോഗ്രാഫർ പോരാ. നീ ഔട്ട് കണ്ടോ? ഇതിപ്പോൾ എൻ്റെ ബോർഡ് മാത്രമേ കാണുള്ളൂ. ഈ ഇപ്പോഴത്തെ ക്ലിപ്പ് നല്ല സൂപ്പറാ. റബ്ബർ ആ വണ്ടി പോകുന്ന ഷോപ്പ് മുകളിലോട്ട് പോകുന്നത്. ഉരുളിക്കുഴി. അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മൾ നേരെ മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂളിലേക്കാണ് പോയത്. വെള്ളമില്ല. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ചെറിയൊരു കടയിൽ കയറി ലഘുഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിലേക്ക് വിട്ടു. ആനയുടെ നല്ല മണം. അനച്ചൂരാണ്. അവിടെ പെണ്ണുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ആണെന്ന് അറിയത്തില്ല. ആ പൊന്നിൻ്റെ മുകളിൽ പൂജയുടെ വീട്ടിലായിരിക്കും. ആനയുടെ മണമുണ്ട്. ഇതുപോലത്തെ ഒരു പാറ, ഇതുപോലത്തെ ഭീകരം ഒരു പാറയാണ്. കഞ്ഞിക്കുഴിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് നല്ല ഗംഭീര ഒരു ട്രക്കാണ് കേട്ടോ. ആ ട്രക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കാണാതെ ആരും പോകരുത് എന്നാണ് ഇഷ്ടം.
അയ്യോ ഈ ഷൂട്ട് ഇതിനകത്ത് കയറാച്ച പണിയാണല്ലോ. പതുക്കെ പോടാ, കയറാൻ വയ്യടാ. എനിക്ക് ദേശത്തെ വഴി അറിയത്തില്ല. എൻ്റെ ഹാർട്ട് അത്ര നല്ല കണ്ടീഷനില്ല. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ റെസ്റ്റ് എടുക്കാം. ഇതൊന്നും അല്ലല്ലോ അന്ന് കൂർഗി പോയപ്പോ. അയ്യോ സീൻ കൊണ്ട് അയ്യോ ഇത് സീനാണല്ലോടാ.